Hello dears, this is our last topic in regard to our introduction to psychology and educational psychology. Today we are going to deal with the scope of educational psychology. As we have seen in our last class, educational psychology is an applied branch of psychology. Here we are applying the theories of psychology in the field of education. We are not only applying the principles, we are applying the principles and techniques of psychology in order to understand the behavior of our students, and we also use these theories and principles in order to give experiences for the learners. And we know that psychology is the study of behavior. Here we are studying the behavior of the learner in an educational environment. And we have discussed what is a perfect science in our previous session, and we have seen that psychology is not a perfect science. So we can also apply this to educational psychology also, and we can say that educational psychology is not a perfect science, but we employs the scientific approaches to study the behavior of the learner in the educational environment. Okay, then what is the scope of educational psychology? This is our topic for today's discussion. While discussing the scope of educational psychology, we are relating it to the question words, that is the who, whom, what, how, when, and where. We are familiar with these questioning words, is it? Okay, then analyze each of them. The first one is who. Who is of great concern in the educational psychology or in the field of educational psychology? Definitely, I know you will answer the learner. ലേണറെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ലേണർക്കാണ് എല്ലായ്പ്പോഴും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ബിക്കോസ് വി ആർ സ്റ്റഡിങ് ദ ബിഹേവിയർ ഓഫ് ദ ലേണർ. അപ്പോൾ ലേണറിനെ സംബന്ധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്? ലേണറുടെ ഇനേറ്റ് എബിലിറ്റീസ്, കപ്പാസിറ്റീസ്. നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഒരിക്കലും രണ്ട് വ്യക്തികൾ ഒരുപോലെ ആവില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, എങ്ങനെയാണ് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ അസസ് ചെയ്യുന്നത്? അതേപോലെ തന്നെ ഓവേർട്ടായിട്ട്, കവേർട്ടായിട്ട്, കോൺഷ്യസ് ആയിട്ട്, അൺകോൺഷ്യസ് ആയിട്ടൊക്കെയുള്ള ലേണറുടെ ബിഹേവിയേഴ്സ്. അതേപോലെ ലേണറുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇങ്ങനെ ലേണറെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്കോപ്പിൽ വരുന്നതാണ്. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദെൻ ദ ലേണർ ഈസ് ഡെൽറ്റ് ബൈ ഹൂം. ആരാണ് ഈ ലേണറെ ഡീൽ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ദ ആൻസർ ഇസ് ദ ടീച്ചർ. രണ്ടാമതായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടീച്ചർക്കാണ്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു പൊട്ടൻറ്റ് ഫോഴ്സാണ്, അല്ലേ? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊട്ടൻറ്റ് ഫോഴ്സ് എന്നിട്ട് തന്നെ നമുക്ക് ആരെ പറയാം? ടീച്ചറെ പറയാം. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി ലേണറെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ടീച്ചറെയും കൺസിഡർ ചെയ്യണം. ടീച്ചറെ കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ educational psychology definitely discusses about the teacher's conflicts, his motivation, anxiety, adjustment, level of aspiration. ഇങ്ങനെ ടീച്ചറുമായി സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, ടീച്ചറുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ടീച്ചറുടെ ആപ്റ്റിറ്റ്യൂഡ്, ഒരു ഇഫക്റ്റീവ് ടീച്ചർക്ക് വേണ്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള എല്ലാം, ഒരു സക്സസ്ഫുൾ ടീച്ചർ ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതും ടീച്ചർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നുണ്ട്. ദെൻ ദ തേർഡ് വേർഡ് ഇസ് വാട്ട്. വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയൺമെൻറ്റിൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലേണർക്ക് ടീച്ചർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ദ ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ത് പഠിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നോ ഒന്നും പറയുന്നില്ല, കാരണം അതൊക്കെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കാര്യമാണ്. പക്ഷേ എഡ്യൂക്കേഷണൽ സൈക്കോളജി പറയുന്നത് ലേണിംഗ് എക്സ്പീരിയൻസ്, ഓരോ സ്റ്റേജിലെയും ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കണം, ലേണറുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ച് ലേണറുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടി ഏത് തരത്തിൽ നമ്മൾ ഈ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട്
ഒരുപാട് ലേണിംഗ് തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ തിയറിയുടെ ബേസിൽ നമ്മൾ ആ സബ്ജക്റ്റ് മാറ്ററിനെ എങ്ങനെയാണ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് വഴി കൊടുക്കുന്നത്, ഹൗ വി വിൽ ഫെസിലിറ്റേറ്റ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ടു ദ ലേണർ എന്നുള്ള കാര്യമാണ് വാട്ട് എന്നുള്ളതിനകത്ത് വരിക. ദെൻ നെക്സ്റ്റ് ഇസ് ഹൗ. എങ്ങനെയാണ് ഈ ലേണിംഗ് പ്രോസസ്സ്, അതായത് ടീച്ചർ വന്നു, ലേണർ വന്നു, ലേണിംഗ് എക്സ്പീരിയൻസ് ടീച്ചർ പ്രൊവൈഡ് ചെയ്തു. ഈ ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രോസസ്ഡ് ഇൻ ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ ലേണർ, എങ്ങനെയാണ് ആ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതാണ് ഹൗ എന്നുള്ളതിനുള്ള ഉത്തരമായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിന് നിരവധി ലോസ് ഉണ്ട്, പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ ഉണ്ട്. അതേപോലെ റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ്, എങ്ങനെയാണ് ഓർമ്മ, മറവി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഓർമ്മിക്കാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് കുട്ടികളുടെ ഓർമ്മശക്തിയെ ത്വരിതപ്പെടുത്താം, അതേപോലെ കൺസെപ്റ്റ് ഫോർമേഷൻ എങ്ങനെയാണ് ബ്രെയിനിൽ നടക്കുക, നമ്മളുടെ ഉള്ളിൽ തിങ്കിങ്ങും റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ എങ്ങനെയാണ് നടക്കുക, ഹൗ വി ട്രാൻസ്ഫർ അവർ ലേണിംഗ് എക്സ്പീരിയൻസ് ടു എ നൊവൽ സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് അടുത്ത കൺസേൺ ആയിട്ട് വരുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് വെൻ ആൻഡ് വെയർ. ദ ടീച്ചർ ഇസ് പ്രൊവൈഡിങ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ടു ദ ലേണർ, and psychology deals with how the learning process is occurring in the cognitive structure of the learner. And the last one is when and where the learning experience or all these processes are coming together, that is in the learning environment or in the learning situation. വെൻ ആൻഡ് വെയർ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ദ ലേണിംഗ് സിറ്റുവേഷൻ എന്നുള്ളത്. ആ ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലേണിംഗ് എൻവയൺമെൻറ്റ് എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ്, അവിടുത്തെ ഗ്രൂപ്പ് ഡൈനാമിക്സ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ഇവാലുവേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടുന്നത്, വാട്ട് ഷുഡ് ബി ദ ഗൈഡൻസ് വി ഹാവ് ടു പ്രൊവൈഡ് ഫോർ ദ ലേണർ, കൗൺസിലിംഗ് എങ്ങനെയായിരിക്കണം, ഇങ്ങനെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടി എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളതാണ് അടുത്ത കൺസേൺ ആയിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി കാണുന്നത്. ദെൻ വാട്ട് ആർ ദ സ്കോപ്പ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലേണറുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ലേണറുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പേഴ്സണാലിറ്റി. പിന്നെ രണ്ടാമത്തെ കൺസേൺ എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ പേഴ്സണാലിറ്റി, അതേപോലെ തന്നെ ടീച്ചറിൻ്റെ ആങ്സൈറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു ഇഫക്റ്റീവ് ടീച്ചറാകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണം. ദെൻ ലേണർക്ക് ടീച്ചർ ഏത് തരത്തിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസ്, ഏജ് അപ്രോപ്രിയേറ്റായി, കണ്ടൻറ്റ് അപ്രോപ്രിയേറ്റായി എങ്ങനെ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ടീച്ചർ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലേണറുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ നടക്കുന്ന ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്. അങ്ങനെ വളരെ സ്മൂത്തായി ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ലേണിംഗ് എൻവയൺമെൻറ്റ് എന്തായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കൺസേണിൽ വരുന്നത്. ദാറ്റ്സ് ദ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ psychology. So in the next class we will discuss about, or we have to conduct a discussion on the scope of educational psychology and about the limitations. What are the limitations of educational psychology and what are the contributions of psychology in the field of education. You have to discuss in your class about the contributions of educational psychology, or how it will be beneficial for you in your classroom environment. As a teacher, how the knowledge of educational psychology will going to benefit you. You have to do a discussion on that. So please get ready for that. Okay, thank you.